ഇന്ന് ഇട്ട പോസ്റ്റിന് 2000 ലൈക്സും 245 കമന്റ്സും ഡാഡ്. മസാല ദോശ കഴിക്കും മോനെ. മൂത്രം ഒഴിക്കുന്ന ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കാതെ മോനെ. പപ്പ, എന്താ മോഹനെ കുറിച്ച് ആലോചിച്ചായിരുന്നോ? അതിന് സമയമായില്ല. അവൻ വളരെ നല്ലവനാ പപ്പ. തീർച്ചയായും പപ്പയ്ക്ക് ഇഷ്ടപ്പെടും. പ്രോബ്ലം എന്താന്ന് വെച്ചാ നിന്റെയോ അവന്റെയോ അല്ല, നിന്റെ വയസ്സിന്റെയാണ്. കറക്റ്റ്. നിന്റെ പ്രായത്തിലെല്ലാം നന്നായി തോന്നും. വാട്ട് യു മീൻ ഡാഡ്? മീനും കോഴിയൊന്നും അല്ല, പ്രായം ശരിയല്ലെന്നാ പറഞ്ഞു. പ്രേമിച്ചു കഴിഞ്ഞാൽ കാമുകന്മാരുടെ തീരുമാനം ശരിയായിരിക്കാം, പക്ഷെ കല്യാണത്തിന് മുതിർന്നവരുടെ തീരുമാനമാണ് ശരിയാവുക. ഗുഡ് കോട്ട് ഡാഡ്. ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം. സോ പപ്പ, മോഹനെ മീറ്റ് ചെയ്യാൻ പോവാ അല്ലേ? അടുത്ത ആഴ്ച നല്ലൊരു ദിവസമുണ്ട്, അപ്പൊ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ അമ്പലത്തിൽ പൂജ കഴിച്ച് പായസവും കഴിപ്പിക്കാം. ബട്ട് ടിൽ ദെൻ നോ ഹെഡേക്ക്, ഓക്കെ? നട്ടലിന് ഡാമേജ് ഉള്ളതുകൊണ്ട് പൃഥ്വിരാജിനി നടക്കാൻ സാധ്യത കുറവാണ്. പിന്നെ കിഡ്നിയുടെ ലിവറിനെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടീഷൻ ഇംപ്രൂവ് ആവാൻ വേണ്ടി വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. എന്താ മോനെ, നല്ല വേദനയുണ്ടോ? ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് മാത്രം മോനെ രാജു, നിന്റെ അച്ഛനെയും അമ്മയെയും തിരികെ തരാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അവരുടെ മരണത്തിന് കാരണക്കാരായവർക്ക് തീർച്ചയായും ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. പൃഥ്വിരാജ്, പൃഥ്വിരാജ്, പൃഥ്വിരാജ്. ശരത്, ശരത്, ശരത്. മെഡിക്കൽ എമർജൻസി കാരണം എന്റെ കക്ഷിക്ക് എത്താൻ കഴിയില്ല യുവർ ഓർഡർ. അയാളുടെ അച്ഛൻ ഐസിയുലാണ്. ഇതാ അദ്ദേഹത്തിന്റെ ഹെൽത്ത് റിപ്പോർട്ട്. ഈ കേസിന്റെ വിചാരണ ഇതേ മാസം 31-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വാട്ട് ക്രാപ്പ് ഈസ് ദിസ്? പണത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ അച്ഛൻ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളും അത് തന്നെ പറയണം. എക്സ്ക്യൂസ് മീ സർ, പ്ലീസ് സീ ദാറ്റ്. ഞാൻ കരുതുന്നത് പാർട്ടിക്ക് ഇനി വേണ്ടത് ഒരു യുവ നേതൃത്വത്തെയാണ്. യൂത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ മകൻ ശരത്തിന് ഞാൻ കാൻഡിഡേറ്റായി പ്രപ്പോസ് ചെയ്യും. പ്ലീസ് വെൽക്കം മൈ സൺ മിസ്റ്റർ ശരത് കാളിയ. താങ്ക് യു ഓൾ. നമസ്കാരം. ഇവിടെയുള്ള എല്ലാവരുടെ ആവശ്യവും ഒന്നാണ്, പണം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ കക്ഷി ഉണ്ടാക്കിയ പണം ഞാൻ ഒരേ ഒരു വർഷം കൊണ്ട് നേടിത്തരാം. നിങ്ങളുടെ സ്വത്തെല്ലാം ട്രിപ്പിളാക്കി തരാം. സെലക്ട് മീ.
ഹലോ. എങ്ങനെയുണ്ട് സർപ്രൈസ്? സോറി, ഇതിനു വേണ്ടി എനിക്ക് നിങ്ങളുടെ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കേണ്ടി വന്നു. ബോക്സ് ഓപ്പൺ ചെയ്താൽ ബൂം, ബോംബ് ബ്ലാസ്റ്റ് ആകും. ഇനി ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഒരു 5 നിമിഷത്തിനകം അത് തനിയെ ബ്ലാസ്റ്റ് ആകും. താങ്ക് യു സോ മച്ച്. എന്താ ലോയർ പാർവതി മാഡം ഭയന്നോ? ഭയം എനിക്കോ നിനക്കോ? കൊടുത്തയച്ച പണം കണ്ടാൽ അറിയാം ആരാണ് ഭയപ്പെട്ടിരിക്കുന്നതെന്ന്. നിന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും കിട്ടാത്ത അത്ര പണമുണ്ട്. എടുത്തോ. ആക്സിഡന്റിൽ ചത്തവർ മുഴുവൻ ആർക്കും വേണ്ടാത്തവരാ. ചത്തവർക്ക് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ലക്ഷ്യമല്ല. നിന്റെ കയ്യിൽ ഐ വിറ്റ്നസ് ഉണ്ടായിരിക്കും. എന്റെ കയ്യിൽ നിയമത്തെ വിലയ്ക്ക് വാങ്ങാൻ പണമുണ്ട്. നിനക്ക് മുട്ടി നിൽക്കാൻ കഴിയില്ല. പിന്നെന്തിനാ നിങ്ങൾ എന്നെ ഭയക്കുന്നത്? നോക്ക്, നമ്മൾ തമ്മിലൊരു ഏറ്റുമുട്ടൽ വേണ്ട. ഭാഗ്യലക്ഷ്മി നിന്റെ വാതിൽ തട്ടിയിരിക്കുകയാണ്. നീ ഈ കേസിൽ നിന്ന് പിന്മാറിയാൽ ഭാഗ്യലക്ഷ്മി നിന്റെ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. 1/2 മണിക്കൂറിനുള്ളിൽ നിന്റെ ഈ പണം തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് ലക്ഷ്മിയെയും ആന്റി കറപ്ഷൻ ലക്ഷ്മിയെയും ഞാൻ അയക്കും. അവര് നിന്റെ സ്വർണ്ണ ചെയിൻ അഴിച്ച് ഇരുമ്പ് ചങ്ങല അണിയിക്കും. സ്വർണം കൊടുത്തിട്ട് ഇരുമ്പ് വാങ്ങാൻ നീ തയ്യാറായിരുന്നു. Hey Dad, look at him. സാർ, ശരത് മോൻ വളരെ ജോളി മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. ഇവനിങ്ങനെ ആളുകളുമായിട്ട് വഴക്കിടുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഡാഡ്. ഇവനെ നമുക്ക് വേണോ ഈ വീട്ടില്? അത് ശരിയാ, ഈ വീട്ടിൽ ഫൈറ്റർ വേണ്ട അല്ലേ മുതലാളി? പപ്പ, ആ സമയത്ത് അവിടെ ആരാണെങ്കിലും അതുപോലെ ദേഷ്യപ്പെട്ടു പോവും. അവനും അത് തന്നെ ചെയ്തുള്ളൂ. ഇതും ശരിയാ. ദേഷ്യം എല്ലാവർക്കും വരും എന്ന് വെച്ച് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? മനുഷ്യനായാൽ മാനേഴ്സ് വേണം. മുതലാളി, യു ആർ ഓൾവേസ് കറക്റ്റ്. പപ്പ, ഞാൻ അവനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അവനെ നേരെയാക്കാം. ഇങ്ങനെ ഒരുത്തനെ നേർവഴി കൊണ്ടുവരുന്നത് സാധ്യമല്ല. ബെറ്റർ എന്താന്നോ, നിന്റെ ചോയ്സിനെ പറ്റി നീ ഒന്നുകൂടി ആലോചിക്കുന്നതാ. യെസ് ഡാഡ്, ഹി ഈസ് എ ഡക്ക്. കണ്ണില് പൊടി പോയാ കണ്ണെടുത്ത് കളയുന്നത് ശരിയാണോ പപ്പ? ഇതും കറക്റ്റാ. ഒരേ ഒരു ചാൻസ് തരൂ പപ്പ, പ്ലീസ്. ശ്രീനാഥേ, ഇവള് നിന്റെ മോളല്ലേടാ? സത്യം, ഇതും കറക്റ്റാ. Shut up. കോപം പാപം, കോപം പാപം. എന്തിന് കോപം? കോപം വിട്ടവൻ നാട്ടിനെ നല്ലവൻ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു വിദ്യയാണ്. അത് താഴ്ത്തുന്നതാണ്. പ്ലീസ്. കോപത്തെ താഴ്ത്തുന്നതാണെന്ന്. ബിൻ ലാദന് കോപം വന്നു, അയാൾക്ക് അത് താത്താൻ കഴിഞ്ഞില്ല. അമേരിക്കയിലെ ട്വിൻ ടവറിനെ തകർത്ത് തവിടുപൊടിയാക്കി കളഞ്ഞു. തെരുവു നായ്ക്കൾക്ക് കോപം വരും, അവർക്കത് കുറയ്ക്കാൻ അറിയില്ല. സിനിമ നടിയെ കാടിച്ചു കീറി കളഞ്ഞില്ലേ? നിങ്ങൾ പറയുന്നത് നുണയാണ്. മദ്യവും കോപവും ഒഴിവാക്കുന്നതിനേ കഴിയില്ല. കഴിയും, തീർച്ചയായും കഴിയും. ഇല്ല, ഒരു ടെസ്റ്റ് വയ്ക്ക്, എന്റെ ദേഷ്യം ഇല്ലാതാക്ക്. അതല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വെച്ച് തീർത്തളയും. പ്ലീസ്
കമോൺ സ്റ്റേജ് വരൂ. നിങ്ങൾക്ക് എന്റെ മേൽ ദേഷ്യമുണ്ടോ? അതെ. വലിയ ദേഷ്യമാണോ? അതെ. ഭയങ്കര ദേഷ്യമാണോ? അതിഭയങ്കര ദേഷ്യമാണോ? ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതെടുത്ത് ഇവിടെ വയ്ക്കണം. See? സംസാരിക്കാൻ വായ ഫ്രീ അല്ല, അടിക്കാൻ കൈ ഫ്രീ അല്ല. സോ ദേഷ്യം ഈസ് കൺട്രോൾഡ്. അമ്മേ, ഹാൻസം പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. സംശയിക്കണ്ട, വരൂ. നിങ്ങൾക്ക് എന്തിനാ ദേഷ്യം കുറയ്ക്കേണ്ടത്? നിങ്ങളുടെ ജോലിക്കാര്യത്തിനോ അതോ കല്യാണ കാര്യത്തിനോ? എന്റെ സരസ്വതിക്ക് വേണ്ടി. പ്രേമത്തിന് വേണ്ടി. വെരി ഗുഡ്. സരസ്വതി, യു ആർ ലക്കി സ്വതി. എന്താ ഇത്? തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ വാക്കിന് വില തരുന്ന ഒരാളെ കിട്ടണമെന്ന എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹം. എന്റെ ആഗ്രഹം നിറവേറി. ഐ എം സോ ഹാപ്പി. സാർ, കേസിന്റെ കാര്യം എന്തായി? ഡോൺ വറി സാർ, നമ്മുടെ ലോയർ പൊളിച്ചെടുക്കുവാണ്. എന്ന് വെച്ചാ കോർട്ടിൽ ഈ കേസ് വാദിച്ച് പൊളിച്ചെടുക്കും സാർ. ഓക്കെ. Oh yeah, perfect. Okay, and little on your right? Yeah, just hold on, sir. Oh yeah. Is this perfect, yeah? Perfect. ശരത് കാളിയാർ എന്ന ഞാൻ നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി. ശരത്, ശരത്, ശരത്. യുവർ ഓണർ, ശരത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിഞ്ഞില്ല. ഇതാ അദ്ദേഹത്തിന്റെ ഹെൽത്ത് റിപ്പോർട്ട്. താങ്ക് യു. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഞങ്ങളുടെ ഐ വിറ്റ്നസ് ഒരു മൈനറാണ്, കൊച്ചുകുട്ടിയാണ്. നട്ടെല്ലിന് പരിക്കുമുണ്ട്. എന്നിട്ടും കോർട്ടിലേക്ക് സാക്ഷി പറയാൻ വേണ്ടി സ്ട്രക്ചറിൽ വന്നിരിക്കുന്നു. പക്ഷേ ആരോഗ്യവാനായ ശരത് പണത്തിന്റെ പിൻബലത്തിൽ നീതിന്യായ കോടതിയെ അപമാനിക്കുകയാണ് യുവർ ഓണർ. ഡോക്ടേഴ്സ് റിപ്പോർട്ട് ഉണ്ട് മാഡം. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യേണ്ടത് ഡോക്ടേഴ്സ് റിപ്പോർട്ടല്ല, ഫേസ്ബുക്കാണ്. കോർട്ടിൽ ജഡ്ജിയുടെ മുന്നിൽ വെച്ച് തന്നെ ജോക്കടിക്കുക? നോ, ഹെൽത്ത് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ജോക്ക് പറയുന്നത് നിങ്ങളാണ്. വാട്ട് ഡു യു മീൻ? ഐ മീൻ സ്ഥാനാർത്ഥിയായ സന്തോഷത്തിൽ 5 സ്റ്റാർ ഹോട്ടലിൽ ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ക്ലയന്റ് ശരത്. വാട്ട്? അതിനുള്ള തെളിവുകളാണ് ഫേസ്ബുക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പിക്ചേഴ്സ്. മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ശരത്തിന് ആസ്മയുള്ളതിനാൽ 1 നിമിഷത്തിൽ കൂടുതൽ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ലേറ്റസ്റ്റ് കോൾ ഡീറ്റെയിൽസ് പ്രകാരം എല്ലാ ദിവസവും അയാൾ മൊബൈലിൽ 4 hours സംസാരിച്ചിട്ടുണ്ട്. സർ, ശരത്ത് കരുതിക്കുട്ടിയാണ് കോടതിയിൽ വരാതിരിക്കുന്നതെന്ന് പാർവതി ജഡ്ജിയുടെ മുന്നിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ടൈം ശരത്ത് കോർട്ടിൽ വന്നേ പറ്റൂ. ആ ജഡ്ജിയോട് സംസാരിക്കേ. Thank you so much. So beautiful. അയാളെ നമുക്ക് വിലക്കെടുക്കാൻ കഴിയില്ല. See you then. Good job. Thank you, sir. യാതൊരു കാരണവശാലും ഈ വിഷയം ശരത്തറിയാൻ പാടില്ല. Hi uncle. ഹായ് ശരത്. Dad, ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ കൈകൂപ്പി നിൽക്കണമെന്ന് റൂൾസ് വല്ലതുണ്ടോ? ജനങ്ങളെ കയ്യിലെടുക്കാൻ ഇതേ മാർഗമുള്ളൂ. റിലാക്സ് ഡാഡ്, കാര്യാക്കണ്ട. ഞാൻ കൈകൂപ്പി നിന്നത് സ്ഥാനാർത്ഥിയാകാൻ, ഫോർ പബ്ലിസിറ്റി. ഗുഡ്. ഹിയർ ഇറ്റ് കംസ്. ഏത് വേണമെന്ന് ഡാഡ് തന്നെ ഡിസൈഡ് ചെയ്യും ത്രൂ യുവർ എക്സ്പീരിയൻസ്. ഗുഡ് ജോബ്. താങ്ക് യു. Thanks for everything, sir. ഈ കേസ് കോർട്ടിൽ സെറ്റിൽ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. പുറത്തു വെച്ച് തീർക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടി ലോയർ പാർവതിയെ കൊല്ലാനോ മറ്റോ നിങ്ങൾ ഒരു കാരണവശാലും പ്ലാൻ ചെയ്യാൻ പാടില്ല. പ്ലീസ് സാറ്, മകനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ലോയറെ ഇല്ലാതാക്കിയെന്ന് മാധ്യമങ്ങളും ജനങ്ങളും പറയും.
അങ്ങനെ വന്നാൽ സിസ്റ്റവും പബ്ലിക്കും ഇവ രണ്ടും ഉറപ്പായും നിങ്ങൾക്കെതിരെ തിരിയും. മുതലാളി, നിങ്ങൾ ഈ ലവ് മാരേജിന് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. ഇഡിയറ്റ്, ഇത് അറേഞ്ച്ഡ് മാരേജ്. ലവ് കം അറേഞ്ച്ഡ് മാരേജ്. മോനെ പ്രസന്ന, നീയും ഇതുപോലെ തന്നെ ചെയ്യണം. അവന് പെൺകുട്ടി എന്തിനാ? മൊബൈൽ ഉണ്ടല്ലോ, ആ ഫോണിൽ എപ്പോഴും തോണ്ടി തോണ്ടി അതിനെ പ്രഗ്നന്റ് ആക്കും. വധുവിനെ ഡൗൺലോഡ് ചെയ്യാൻ ഇനി